നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 65. ഒരു കുറി നാം അറിയാത്തതൊന്നും ഇങ്ങിൽ ഒരു മറവാൽ അറിവിലുണർന്നിതെല്ലാം അറിവവരിൽ അതിരറ്റതാകയാൽ ഈ അരുമയാരറിയും നഹോ വിചിത്രം. അറിവെന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്താണ് മനസ്സിലാക്കുന്നത്? ഇരുട്ടിൽ വെളിച്ചം പോലെ മനസ്സിൽ ഒരു പ്രകാശം, അതിൽ അഭിവ്യക്തമായി വരുന്ന ചില രൂപങ്ങൾ, അവയുടെ പേരുകൾ, ഇതിനെയെല്ലാം കൂട്ടിയിണക്കുന്ന ചിന്തകൾ, അവ പ്രതീതമാക്കുന്ന സുഖ ദുഃഖാദി പ്രിയങ്ങൾ, ഇതെല്ലാം കൂടി സമ്മിശ്രമായിരിക്കുന്ന അവസ്ഥയെയാണ് അവൻ അറിവെന്ന് പറയുന്നത്. ഏതെങ്കിലും ഒന്നിനെപ്പറ്റി ബോധമുണ്ടാകുന്നതിൻ്റെ പ്രാരംഭ പടിയായി മനസ്സിൽ ഇതെന്ത്, എങ്ങനെ, എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടായി വരുന്നു. ഈ അന്വേഷണങ്ങളെല്ലാം നമ്മെ കാര്യത്തിൽ നിന്നും കാരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. പല സന്ദർഭങ്ങളും ആദ്യം തീരെ അപരിചിതമായി തോന്നും. അതിനോടടുക്കും തോറും പൂർവപരിചയമുള്ള ചില വസ്തുതകൾ കണ്ടു തുടങ്ങും. സാഹചര്യ സംബന്ധം കൊണ്ട് അവയോട് ബന്ധപ്പെട്ടു കിടക്കുന്ന പലതും ഓർമ്മയിൽ വരും. അവസാനം സുപരിചിതമായ പ്രതിഭകളെ തന്നെ പുതിയ രീതിയിൽ അടുക്കി വെച്ചാൽ ഏത് സന്ദർഭത്തെയും സുവ്യക്തമായി അറിയുവാൻ കഴിയും എന്നുള്ള നില വരുന്നു. ഒരു മനുഷ്യൻ മുഖം മൂടി ധരിച്ചു വന്നാൽ തീരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെന്നു വരാം. അടുത്തു കണ്ട് സംസാരിച്ചു തുടങ്ങുമ്പോൾ പൂർവപരിചയം നൽകിയിരുന്ന ഓർമ്മ പ്രബലമായി തീരുന്നു. കുറച്ചു കഴിയുമ്പോൾ അയാൾ മുഖം മൂടി വച്ചിരിക്കുന്നത് പോലും മറന്നുപോകും. നാം കാണുന്ന നാമരൂപാദികളെല്ലാം ആത്മാവിനെ ആവരണം ചെയ്യുന്ന മുഖം മൂടികൾ തന്നെയാണ്. നാമരൂപങ്ങൾ അർത്ഥവത്തായ സാങ്കേതികതയായിത്തീരുന്നത് അവയോട് നിബന്ധമായിരിക്കുന്ന പ്രതിഭ കാരണമാണ്. പ്രതിഭകളുടെ ഉറവിടം ഓർമ്മകൾ കൊണ്ട് നിറം പിടിച്ച വാസനകളും വാസനകൾ കൊണ്ട് നിറം മാറിയ ഓർമ്മകളും ഒന്നിച്ചു ചേരുന്നിടമാണ്. വസ്തുക്കളെയും വസ്തുതകളെയും ലക്ഷണയുക്തമാക്കാൻ നാം ഉപയോഗിച്ചു പോരാറുള്ള ഈ പ്രതിഭകളെ ഒരേ സമയത്തു തന്നെ ആവരണമായും വിക്ഷേപമായും കാണേണ്ടതാണ്. ഒരു വസ്തുതയുടെ വിക്ഷേപം നടക്കുമ്പോൾ കാലദേശ പരിക്ലിപ്തിയുള്ള ഒരു നൂതനാനുഭവത്തിൻ്റെ ആവിർഭാവം മാത്രമല്ല ഉണ്ടാകുന്നത്. അതിൻ്റെ മറവുകൊണ്ട് ആത്മസ്വരൂപം അത്ര കണ്ട് മറഞ്ഞു പോവുക കൂടി ചെയ്യുന്നു. വസ്തുവിജ്ഞാനം കൊണ്ട് അറിവ് കൂടുതൽ കൂടുതൽ വിച്ഛേദ്യമായി തീരുമ്പോഴും നാം പറയുന്നതെല്ലാം മറ്റുള്ളവർക്ക് മനസ്സിലാകും എന്നുള്ള ധാരണ നിലനിൽക്കുന്നുണ്ട്. അതിൽ നിന്നും എല്ലാ മനസ്സിനും പൊതുവായി ഒരു സമാനാധികരണത ഉള്ളത് നാം അറിയുന്നുണ്ടെന്ന് വ്യക്തമാകുന്നു. നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളുടെയും അടിസ്ഥാനം മുകളിൽ പറഞ്ഞ സമാനാധികരണതയാണ്. എല്ലാ മനസ്സുകൾക്കും പൊതുവായിരിക്കുന്ന ആ അറിവ് കാലദേശങ്ങളെ ഉല്ലംഘിച്ചു നിൽക്കുന്നു. വേറൊരു തരത്തിൽ പറഞ്ഞാൽ എല്ലാ അറിവും എല്ലാവരിലും ഇരിക്കുന്നുണ്ട്. ഒരറിവിനെ വേറൊരു അറിവ് മറയ്ക്കുന്നു എന്ന് മാത്രം. മറവ് എടുത്തു മാറ്റാനുള്ള ഉപായവും അറിവ് തന്നെ. ഈ തത്വത്തിൽ സോക്രട്ടീസ് അടിയുറച്ചു വിശ്വസിച്ചിരുന്നു. എത്ര സങ്കീർണമായ തത്വവും ആരിൽ നിന്നും പ്രകാശിപ്പിക്കുവാൻ
മീമാംസ്യമായി അടുക്കിന് ചോദിക്കുന്ന ചോദ്യാവലികൾ കൊണ്ട് കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പ്ലേറ്റോയുടെ ഡയലോഗുകളിലെ ഒരിനമായ മീനോ 81D വായിച്ചു നോക്കിയാൽ അത് ആത്മോപദേശ ശതകത്തിലെ 65-ാം ശ്ലോകത്തിന് എഴുതിയിട്ടുള്ള വ്യാഖ്യാനമാണെന്ന് തോന്നും. ആരെയും പുതിയതായിട്ട് യാതൊന്നും തന്നെ പഠിപ്പിക്കാനായിട്ടില്ല, ഓർമ്മിപ്പിക്കേണ്ട കാര്യമേയുള്ളൂ. ഇത് തെളിയിക്കുന്നതിനായി നിരക്ഷരനായ ഒരു അടിമ ബാലനെ കൊണ്ട് സോക്രട്ടീസ് വളരെ സങ്കീർണമായ ക്ഷേത്രഗണിതത്തിലെ രഹസ്യങ്ങൾ ലഘുവായ ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് വെളിപ്പെടുത്തുന്നു. അറിവിനെ നമുക്ക് 3 വീക്ഷണകോണങ്ങളിൽ കൂടി നോക്കാം. ഒന്ന് അതിൻ്റെ സത്തയുടെ സ്വഭാവം നിർണയിച്ചുകൊണ്ട്, വേറെയൊന്ന് അതിൻ്റെ ഐന്ദ്രികമായി ലഭിച്ചിരിക്കുന്ന ആകാരവികാരാദികളെ കണക്കിലെടുത്തുകൊണ്ട്, ഇനിയുമൊന്ന് അറിവിൻ്റെ പ്രയോജനത്തെ ലക്ഷീകരിച്ചുകൊണ്ട്. ആധുനിക ശാസ്ത്രത്തിൻ്റെ ദൃഷ്ടിയിൽ കൂടി നോക്കിയാൽ ഈ പ്രപഞ്ചസത്തയുടെ മൂലഘടകമായിരിക്കുന്ന സൂക്ഷ്മ രേണുക്കളായിരിക്കവേ തന്നെ തരംഗങ്ങൾ കൂടിയാണ്. ഇത് ഗൗഡപാദൻ പറയുന്ന തീവലയം പോലെയാണ്. അതിനെ ഉണ്ടെന്നും ഇല്ലെന്നും ഒപ്പം പറയാം. അതുപോലെ ലക്ഷണങ്ങളെ താർക്കികമായി തീരുമാനിക്കുന്നത് പാരിഭാഷികമായിട്ടാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അറിവിൻ്റെയും പ്രയോജനം ആനന്ദപ്രാപ്തിയാണ്. ചുരുക്കി പറഞ്ഞാൽ സച്ചിദാനന്ദഘനമായ അറിവ് മുറിഞ്ഞ് പലതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അതിലെല്ലാം നിഹിതമായിരിക്കുന്ന ഒരേ ഒരു സത്യം ആത്മാവ് മാത്രമാണ്. എല്ലാറ്റിനും ഉപരിയായിരിക്കുന്ന ആ പ്രിയാസ്പദ സത്യത്തെ അറിയാതെ പോകുന്നത് വലിയ കഷ്ടമാണ്. ഓ